ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 2. മാലാകവേ പളനി കൈലാസവാസിസുത വേലായുധത്തിനെതിരല്ല ആലാദസംസ്ഥ ശിഖിബാലാർക്ക കോടിയൊടു ചേലാകയില്ല അതു ദൃഢം. ആലാക്കു നോക്കിയിനിഹാലാശനാത്മജനെ മേലാക്കി നിൽക്കമനമേ. ലോലാക്ഷിമാരുടയ ലീലാരസത്തിൽ വഴി ചാലാക്കൊല വെറുതെ നീ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 2 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെ ആകവെ എടുത്താലും ആ തീ പളനിവാസിയായ സുബ്രഹ്മണ്യന്റെ വേലാകുന്ന ആയുധത്തിന് നേർക്കുനേർ വരുന്നതല്ല. അതെങ്ങനെയെന്നാൽ, തീക്കൊള്ളിയുടെ അറ്റത്തിരുന്ന് ജ്വലിക്കുന്ന തീജ്വാല 1 കോടി ബാലസൂര്യന്മാരുടെ പ്രഭയോട് ഒരിക്കലും തുല്യമായി വരുന്നില്ല എന്നത് തീർച്ചയാണല്ലോ. അല്ലയോ മനസ്സേ, ഈ തത്വത്തെ മുൻനിർത്തിക്കൊണ്ട് സുബ്രഹ്മണ്യനെ മാത്രം പരമപദമായി കണ്ട് ഉറച്ചു നിൽക്കുക. സുന്ദരിമാരുമായി ലീലാരസത്തിൽ മുഴുകി ഒരർത്ഥവുമില്ലാതെ നിന്റെ പന്താവിനെ ആ രസം കൊണ്ട് നിറയ്ക്കരുത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.